വണക്കം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ സ്വന്തം തീപ്പന്തം രാജ് ബോസ് ആയിട്ടുള്ള നമ്മുടെ മരംമുറി അഥവാ ട്രീ കട്ടർ ആൻ്റപ്പനെ പെരുമ്പാവൂർ സബ് കോടതി നിർത്തിപ്പൊരിക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തിനാണ് പെരുമ്പാവൂർ കോടതി അങ്ങനെ ചെയ്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഇവനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവന് ഇഷ്ടമില്ലാത്ത സമൂഹത്തിലെ മാന്യന്മാരെക്കുറിച്ച് അപകീർത്തികരമായിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കി തീപ്പന്തൽ എഴുതുക, ഇതാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. നമ്മുടെ തീപ്പന്തൽ രാജ് ബോസ് പറയുന്നത് പോലെ അല്ലെങ്കിൽ ചെയ്യുന്നത് പോലെ തീപ്പന്തൽ രാജ് ബോസിന് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവൻ്റെ 90 വയസ്സായ അമ്മുമ്മയെ പീഡിപ്പിച്ചെന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ തീപ്പന്തൽ പത്രത്തിൽ അങ്ങ് എഴുതി പിടിപ്പിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിലെ തീപ്പന്തൽ രാജ് ബോസ് ആയിട്ടുള്ള ഈ മരമുറി ആൻ്റപ്പൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ലോക കള്ളൻ കണ്ടിട്ടുള്ള, അത് നമ്മുടെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് മഞ്ഞനായിട്ടുള്ള കള്ളൻ. അതായത് നമ്മുടെ ഈ മഞ്ഞനായിട്ടുള്ള കോഴി എന്നൊക്കെ കേൾക്കത്തില്ലേ, അതുപോലെ വളരെ മഞ്ഞനായിട്ടുള്ള കള്ളൻ. കള്ളന്മാർക്കും ഇത്ര ഭംഗിയായി സമൂഹത്തിൽ ജീവിക്കാം എന്ന് കാണിച്ചതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് നമ്മുടെ മരംമുറി ആൻ്റപ്പൻ അഥവാ ട്രീ കട്ടർ ചാനലിൻ്റെ മുതലാളിയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്. പൈസയുടെ ആ ഒരു ഗുമ്മിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, പല ആൾക്കാരും പറയുന്നത് ഇതൊക്കെ ബിനാമിയാണ്, ഇയാളുടെ പേരൊന്നും അവിടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നമുക്കും അറിയത്തില്ല. എന്തായാലും അങ്ങനെ മരമുറി ആൻ്റപ്പൻ പൈസയുടെ ആ ഒരു ഗുമ്മിൽ ഒരു ചാനലും വാടകയ്ക്കെടുത്ത് ആ ചാനലിനകത്ത് റിപ്പോർട്ടർമാരെ ഹയർ ചെയ്ത് ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ നോക്കി ചറ എന്ന അപകീർത്തികരമായിട്ടുള്ള പരാമർശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാലോ, കോടതിയാണെങ്കിൽ തലങ്ങും തിരിച്ചടി മാത്രമേ കൊടുക്കാനുള്ളൂ. തിരിച്ചടി മറിച്ചടി ഇനി ഏത് വഴിയൊക്കെ കോടതിക്ക് അടിക്കാൻ പറ്റുമോ ആ വഴിയെല്ലാം, ആ വാക്കിനെല്ലാം ഇവ അടിമേടിച്ച് പിടിച്ചു. എന്നിട്ടും ഇപ്പോഴും നമ്മുടെ ട്രീ കട്ടർ ചാനലിൽ വരുന്ന ആ ഒരു മൊണ്ടാഷ് എന്ന് പറയുന്നത്, അതായത് ഈ ട്രീ കട്ടർ ചാനലിനെ ഓരോ സമൂഹത്തിലെ ഓരോ ആൾക്കാർ എതിർത്ത് പറയുമല്ലോ. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ റിപ്പോർട്ടറാണെങ്കിൽ ഞാൻ മറുപടി പറയില്ല കേട്ടോ. നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ BJP-യിലെ റിപ്പോർട്ടർ ചോദിക്കണ്ട ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടർ അങ്ങോട്ട് മാറി നിൽക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ എന്തോ വലിയ ബാഹുബലിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇല്ല സാർ, റിപ്പോർട്ടർ മാറി നിൽക്കില്ല. റിപ്പോർട്ടർ ഇനിയും സധൈര്യം മാധ്യമ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ പേര് മാധ്യമ പ്രവർത്തനം എന്നല്ല, ഇതിന് സമൂഹത്തിൽ വേറൊരു പേര് പറയും. അത് പറയാനായിട്ട് എൻ്റെ സംസ്കാരം ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കിറ്റക് സാബു പറഞ്ഞതുപോലെ ഇവിടെയുള്ള റിപ്പോർട്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. റിപ്പോർട്ടർമാരെന്നൊക്കെ പറഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, പണ്ടൊക്കെ നമ്മളെ വിചാരം എന്ന് പറഞ്ഞാൽ നിലപാടാണ്, നിലപാടിൻ്റെ രാജകുമാരന്മാരാണ് ഈ മാധ്യമ പ്രവർത്തകർ, അല്ലെങ്കിൽ നിലപാട് ഒരു തെല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാത്ത ആൾക്കാരാണ് മാധ്യമപ്രവർത്തകർ. അങ്ങനെയൊന്നുമില്ല. കുറച്ച് പൈസ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പുറത്തുള്ളവൻ ചാടി ഇപ്പുറത്ത് വരും, എന്നിട്ട് ഇപ്പുറത്തുള്ള മുതലാളിയെ പൂഴ്ത്തി പറയും. ഇപ്പോൾ ഈ മുതലാളി അതേസമയം ഇപ്പുറത്ത് കുറച്ച് പൈസ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചാടി ഇപ്പുറത്തോട്ട് വരും, എന്നിട്ട് ഇപ്പുറത്തുള്ള മുതലാളിയെ പൊക്കി പറയും. ഇത് മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് ഈ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ നിരന്തരം ഈ നോർത്ത് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരെ നോക്കി പുച്ഛിക്കുന്നത്, നോർത്ത് ഇന്ത്യ മുഴുവൻ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു മാധ്യമങ്ങൾ എന്നാണ് ഇവന്മാരിവിടെ കിടന്ന് പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നോർത്ത് ഇന്ത്യ മുഴുവൻ മാധ്യമങ്ങൾ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്? കേരളത്തിലെ മാധ്യമങ്ങൾ പിന്നെ എന്തോന്നാണ് കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിട്ടില്ലേ? കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് മുകളിൽ നിൽക്കുന്ന മുതലാളി. അതായത് നമ്മുടെ ജൂനിയർ മാൻഡ്രേക്കിൽ ഇന്ദ്രൻസ് പറയുന്നത് പോലെ, ശമ്പളം തരുന്നവൻ ഏത് തെണ്ടിയായിരുന്നാലും അവൻ എൻ്റെ മുതലാളിയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെയുള്ള നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് അവരുടെ കുടുംബമുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം നോക്കണം. അതുകൊണ്ട് ശമ്പളം തരുന്നവൻ എന്തോ അപ്പുറത്തെ അവൻ്റെ അമ്മൂമ്മയെ പീഡിപ്പിച്ചെന്ന് തീപ്പന്തൽ എഴുതാൻ പറഞ്ഞാൽ എഴുതിയേ പറ്റത്തുള്ളൂ. കാരണം പൈസ കിട്ടുവാണല്ലോ. ഈ പൈസ ഇതിൽ കൂടുതൽ വേറെ എവിടെയെങ്കിലും കിട്ടും എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ചാടി ഇവിടെ ശമ്പളം തന്നിലിൻ്റെ മുതലാളിയെ തള്ളയ്ക്കും വിളിച്ചു പോകും. അതാണ് ഇപ്പോഴത്തെ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതാണ് കേരളത്തിലെ പ്രബുദ്ധ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങനെ പ്രബുദ്ധത വാരി വിതറിയ ആ ഒരു റിപ്പോർട്ടർ അല്ലെങ്കിൽ ട്രീ കട്ടർ ചാനലിൽ കഴിഞ്ഞ ദിവസം പൊളിച്ചടുക്കി നമ്മുടെ പെരുമ്പാവൂർ സബ് കോർട്ട് പറഞ്ഞിരിക്കുന്നത്, എടേ നീ ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കുന്നത് നമ്മൾ അറിഞ്ഞു, നീ ഇങ്ങനെയൊക്കെ ഇനി വാർത്ത കൊടുക്കരുത്, ഇങ്ങനെയൊക്കെ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അമ്മച്ചിയാണ് ഇതിൻ്റെ ഷഡ്ജ് അടിച്ച് മുളി കയറ്റും എന്നാണ് നമ്മുടെ പെരുമ്പാവൂർ സബ് കോർട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ അപകീർത്തികരമായിട്ടുള്ള പരാമർശമാണ് നടത്തിയിരിക്കുന്നത് കിറ്റക് സാബുവിനെതിരെ. സാബു ആണെങ്കിൽ 25 കോടി രൂപ എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് കോടതിയിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് കോടതിയിലോട്ട് മൂവ് ചെയ്തത്? അതായത് കിറ്റക് സാബു 2020 പാർട്ടിയുമായി BJP-യിൽ വന്ന് ചേർന്നപ്പോൾ ED പേടിച്ചാണ് കിറ്റക് സാബു BJP-യിലേക്ക് വന്ന് ചേർന്നതെന്ന് ഇവന്മാർ വാർത്തയടിച്ചു. അങ്ങനെ വാർത്തയടിച്ചപ്പോൾ കിറ്റക് സാബു ഇത് കണ്ട് പൊട്ടിത്തെറിച്ചു. കിറ്റക് സാബു നെഞ്ചും വിരിച്ചു വന്നത് ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിനകത്ത് ട്രീ കട്ടർ ചാനലിലെ മാപ്രകളെ പിടിച്ചു നിർത്തി പരസ്യമായി നമ്മുടെ
കിറ്റക് സാബു എന്ത് ചെയ്തു, തൊലി ഉരിച്ചു വിട്ടു എന്നുള്ളതാണ് ആ പത്രസമ്മേളനം കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ കോടതിയിൽ കണ്ടോളാം എന്നൊക്കെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞു പോകുന്നത് കണ്ടു. പിന്നെ ഇന്ന് കോടതിയിൽ കണ്ടപ്പോഴാണ് കോടതി അടിച്ച് അണ്ണാക്കി കൊടുത്തു എന്നുള്ള വിഷയം മനസ്സിലാകുന്നത്. എന്തായാലും റിപ്പോർട്ടർ ചാനലിൽ കോടതി നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് തീർപ്പാക്കുന്നത് വരെ, അതായത് ഈ കേസുണ്ടല്ലോ, ഈ അപകീർത്തികരമായിട്ടുള്ള കേസ്, അത് തീർപ്പാകുന്നത് വരെ കിറ്റക് സാബുവിനെ തുടരുത് എന്നാണ് റിപ്പോർട്ടർ ചാനലിനോട് ഈ കോടതി പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് അപകീർത്തിപരമായിട്ടുള്ള വാർത്തകളുണ്ടെങ്കിൽ അത് പിൻവലിക്കണം, അല്ലെങ്കിൽ അത് പുനഃസംപ്രേഷണം ചെയ്യുന്നത് നിർത്തണം എന്ന് കൃത്യമായിട്ട് കോടതി ഇവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 17 പ്രതികളാണ് ഇതിൽ ടോട്ടലായിട്ടുള്ളത്. ഈ 17 പ്രതികളിൽ പാവപ്പെട്ട റിപ്പോർട്ടർമാരും ഉൾപ്പെടും. അങ്ങനെ പാവപ്പെട്ട റിപ്പോർട്ടർമാർ ഉൾപ്പെടെ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആൻഡോ മുതലാളി കാത്തോളും എന്ന് പറഞ്ഞിരിക്കുകയാണോ? എന്തായാലും അങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ ആ 17 പ്രതികൾക്കും റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റ് കമ്പനി ഉൾപ്പെടെ നമ്മുടെ ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർക്കാണ് അവിടെ പരാതിയിൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായിരുന്നാലും റിപ്പോർട്ടർ ചാനൽ വാർത്തകൾ പുനഃസംപ്രേഷണം ചെയ്യുന്നത് കേസ് തീർപ്പാക്കുന്നത് വരെ അത് ചെയ്യരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിൻ്റെ മുതലാളിമാരുടെ തനിക്കോണമുണ്ടല്ലോ, അത് നമ്മുടെ കേരളത്തിലെ മലയാളികൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പൈസയുള്ളവൻ എന്തുമാകാമല്ലോ എന്ന് പറയുന്ന മലയാളിയാണല്ലോ ഇവിടെ ഉള്ളത്. അതായത് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൈസയുണ്ട്, അയാൾക്ക് എന്തുമാവല്ലോ, അയാൾക്ക് നിയമം വേറെയാണ് എന്ന് പറയുന്ന നമ്മുടെ മലയാളികളാണ് ഈ റിപ്പോർട്ടർ ചാനലിനെ പ്രോത്സാഹിപ്പിച്ച് മുകളിലോട്ട് കയറ്റി വിട്ടു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയായിട്ടുള്ള കാട്ടുകള്ളൻ ആൻഡോ അഗസ്റ്റിൻ പണ്ട് മാങ്ങാ ഫോൺ എന്ന് പറഞ്ഞൊരു മാങ്ങയും കൊണ്ട് വന്നതാണ്. അവസാനം മാങ്ങാ ഫോൺ തേങ്ങാ ഫോണായി, തേങ്ങാ ഫോൺ അടയ്ക്കാ ഫോണായി, അടയ്ക്കാ ഫോൺ കൊച്ചങ്ങയായി. ഇപ്പോൾ ഒരു ഗതിയും പരഗതിയില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞൊരു സ്റ്റേഡിയം വാടകയ്ക്ക് എടുത്ത് നവീകരിച്ചു തുടങ്ങി. നവീകരിച്ച് പെയിൻറ്റും പുട്ടിയൊക്കെ അടിച്ച് സിമൻറ്റും ചാന്തും ഒക്കെ കുഴച്ച് വാരി പൂശിയിട്ട് ഇപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാണാനില്ല. മെസ്സിക്കാണ് നഷ്ടം എന്ന് വന്ന് പറഞ്ഞ് മലയാള ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ മോദിജി നോട്ട് നിരോധിച്ചപ്പം വന്ന് കരഞ്ഞു കാണിച്ചില്ലേ, എന്നെ കത്തിച്ചോ 50 ദിവസത്തിനകം നോട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ എന്നെ കത്തിച്ച കളഞ്ഞോ എന്ന് മോദിജി പറഞ്ഞതുപോലെ വന്നിരുന്ന് വലിയൊരു കഥാപ്രസംഗമൊക്കെ നടത്തി മുട്ടിലപ്പൊടിയും തട്ടി എഴിച്ചു പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായിരുന്നാലും ഈ റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്യുന്ന അരുൺ കുമാറിന് ഈ മാങ്ങാ ഫോണിൻ്റെ കഥ അറിയാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഐഫോണിന് ബദലായിട്ട് കേരളത്തിൽ നിന്നൊരു ഫോൺ, അങ്ങനെയാണ് ഞങ്ങൾ മാങ്ങാ ഫോണിനെ അവതരിപ്പിക്കാൻ പോകുന്നത്. മറ്റേത് ആപ്പിൾ, ഇത് മാങ്ങ. ആപ്പിളിനെക്കാട്ടിലും രുചികരമാണ് മാങ്ങ എന്ന് പറയുന്നത്. പോരാത്തതിന് മാങ്ങ പിഴിഞ്ഞാൽ നീര് വരും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ മാങ്ങാ ഫോണിന് ആ കമ്പനി എന്താണ് നമ്മുടെ ആൻഡോ അഗസ്റ്റിൻ തുടങ്ങുന്നത്. പത്രത്തിലൊക്കെ നല്ല യമണ്ടം പരസ്യമായിരുന്നു മാങ്ങാ ഫോണിൻ്റെ. അതിൻ്റെ അംബാസിഡർമാരെന്ന് പറയുന്നത് യവന്മാർ പറഞ്ഞാണ് സച്ചിൻ ടെണ്ടുൽക്കർ, പിന്നെ അമിതാഭ് ബച്ചൻ, പിന്നെ ആ സമയത്ത് മൈക്കിൾ ജാക്സൺ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മൈക്കിൾ ജാക്സൺ മരിച്ചു പോയിരുന്നു, അല്ലെങ്കിൽ മൈക്കിൾ ജാക്സനെ കൊണ്ടുവന്നതിന് അംബാസിഡറായിട്ട്. എന്തായാലും അങ്ങനെ 5000 രൂപ മുതൽ 34,000 രൂപ വരെ വിലയുള്ള ഫോണുകൾ, അതാണ് മാങ്ങാ ഫോണിൻ്റെ പ്രത്യേകത. ബാറ്ററി തീരില്ല, അൺബ്രേക്കബിളാണ് ഞങ്ങളുടെ ഫോണുകൾ. പോരാത്തതിന് 16 മെഗാ പിക്സൽ ക്യാമറ, വാച്ചുണ്ട്, കോപ്പുണ്ട്, പിന്നെ അതിനകത്ത് നിന്ന് ഡ്രോണുണ്ട്, പറന്ന് പൊങ്ങും എന്നൊക്കെ പറഞ്ഞുള്ള മാങ്ങാ ഫോണിൻ്റെ വലിയ രീതിയിലുള്ള നമ്മൾ കണ്ടു, പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പത്രങ്ങളിൽ 1-ാം നമ്പർ പരസ്യം. അങ്ങനെ 2026 ആയിട്ടും 700 കോടി രൂപയുടെ ഫാക്ടറിയുമാർ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഈ 700 കോടി രൂപയുടെ ഫാക്ടറി എവിടെ എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയായി നിൽക്കുന്നത്. എന്തായിരുന്നാലും ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ, അവർക്ക് സംശയം തോന്നി, അവരൊരു അന്വേഷണം നടത്തി. എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളൊരു അന്വേഷണം നടത്തിയപ്പോൾ 10 ലക്ഷം രൂപ ബാറ്ററി ബാക്കപ്പുള്ള ഒരു കമ്പനി, ആ കമ്പനിക്ക് ഒരു കുടുസുമുറി ഓഫീസ്, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ അവർ പോയി ചോദിച്ചെന്നോ അവരെ അവന്മാരെ എടുത്തിട്ട് ഇടിച്ച് നൂത്തെന്നോ അങ്ങനെയുള്ള കഥകളൊക്കെ ഇപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അയ്യോ, മുതലാളിയെ കുറ്റം പറഞ്ഞില്ല, സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടെ. അത് മാത്രമല്ല, അത് കഴിയുമ്പോൾ ഒരു മുട്ടിൽ മരം മുറി എന്ന് പറഞ്ഞ കേസുമായിട്ട് എത്തി. മുട്ടിൽ മരം മുറിച്ച് വിൽക്കുന്നു എന്നുള്ള സെറ്റപ്പുമായിട്ട് എത്തി. അങ്ങനെ പല 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 രീതികളിലുള്ള ക്രിമിനൽസാണ്. ഈ ക്രിമിനൽസാണ് ഒരു ചാനൽ തുടങ്ങി. ആ ചാനലിൽ നമ്മുടെ മലയാളികൾക്കെല്ലാം ഇതറിയാം, മലയാളികൾക്കെല്ലാം അറിയാം ഇവന്മാർ ക്രിമിനലുകളാണ്, പക്ഷേ കയ്യിൽ കാശുണ്ട്. ഇതെല്ലാം അറിയാം. ഈ പ്രബുദ്ധ മലയാളി ഈ ചാനൽ കണ്ട് പ്രോത്സാഹിപ്പിച്ച് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നാളെ ഈ ഗോവിന്ദച്ചാമിക്ക് ഒരു ലോട്ടറി അടിച്ച് ഒരു 100 കോടിയോ 150, 200, 500 കോടി ലോട്ടറി അടിച്ച് ഗോവിന്ദച്ചാമി ഒരു ഈസി ആയിട്ട് ഒരു ചാനൽ തുടങ്ങിയാലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വിളിച്ചാൽ പോകും. അപ്പോഴൊക്കെയാണ് മറ്റേ ഈ പഴഞ്ചൊല്ലുണ്ടല്ലോ, പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നുള്ള പഴഞ്ചൊല്ല് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. അല്ല, അങ്ങനെ പോകാത്ത മാധ്യമപ്രവർത്തകരുണ്ട് കേട്ടോ, അത് നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളത്. അതായത് സ്വന്തം നിലപാട് പണയപ്പെടുത്താതെ അങ്ങനെ പോകാത്ത മാധ്യമപ്രവർത്തകരും ഉണ്ട്. അങ്ങനെ പോകാത്ത മാധ്യമപ്രവർത്തകർ ഇവിടെ ചവിട്ടിത്താക്കുകയാണ്, അത് വേറൊരു കാര്യമാണ്. അങ്ങനെ പോകാത്ത മാധ്യമപ്രവർത്തകരുണ്ട്. എന്തായിരുന്നാലും
സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മുടെ ആൻഡോ അഗസ്റ്റിന് കോടതി പഞ്ഞിക്കിട്ടത്. ഇവിടെ കേസ് നടത്താൻ വയ്യാത്തതുകൊണ്ട്, കാരണം ഇവിടുത്തെ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജഡ്ജി ഇങ്ങനെ എടുത്ത് നോക്കും, എന്നിട്ട് നോക്കി ഒറ്റ വാക്കി തന്നെ ആൻഡോ അഗസ്റ്റിനെ കളിക്കേവള നീ വീണ്ടും വന്നതെന്ന് പറഞ്ഞിട്ട് നേരെ തള്ളി എന്ന് പറഞ്ഞ് എടുത്ത് അങ്ങോട്ടിടും. അതുകൊണ്ട് എന്ത് ചെയ്തു, നേരത്തെ ഒരു കേസ് വന്നത് നേരെ ബാംഗ്ലൂർ കോടതി കൊണ്ടുപോയി. ഈ ബാംഗ്ലൂർ കോടതി കൊണ്ടുപോയപ്പം ബാംഗ്ലൂർ കോടതിക്ക് അറിഞ്ഞൂടല്ലോ ആൻഡോ അഗസ്റ്റിൻ ആരാണ്, ഇവരെന്താണ്, റിപ്പോർട്ടർ എന്താണ്. അവിടെ ഇരിക്കുന്ന ജഡ്ജി പറഞ്ഞു ഇത് പ്രഥമ ദൃഷ്ടിയ നമുക്ക് നോക്കുമ്പോൾ ശരിയാണ്, അതുകൊണ്ട് ഇവർക്കെതിരെ കൊടുത്തിരിക്കുന്ന വാർത്തയൊക്കെ പിൻവലിച്ചോ എന്ന് പറഞ്ഞ് ജഡ്ജി എന്ത് ചെയ്തു, ഇവിടെയുള്ള മാധ്യമങ്ങൾക്കൊക്കെ നിർദ്ദേശം നൽകി. അങ്ങനെ ജഡ്ജി മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇവർ ആ നോട്ടീസും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയുള്ള ആരോ അവിടെ പോയിട്ട് കന്നഡ ഭാഷയിൽ ജഡ്ജിയെ പറഞ്ഞ് മനസ്സിലാക്കി, യവന്മാർ കാട്ട് കള്ളലു, യവന്മാരെ ഞമ്പലു, യവന്മാരെ ഞമ്പിയാ ആയി പോവും. അതുകൊണ്ട് ജഡ്ജി ഒരു കാര്യം ചെയ്യണം, ജഡ്ജി യമൻ ഈ കേസ് ഒന്ന് പഠിക്കണം. അങ്ങനെ ജഡ്ജി ഈ കേസ് തലങ്ങും വിലങ്ങ് പഠിച്ചു. ജഡ്ജി തലങ്ങും വിലങ്ങ് പഠിച്ചപ്പോൾ ജഡ്ജിയുടെ എന്ന് പറഞ്ഞ് പളന്നുപോയി. ഇത്രയും വലിയ കാട്ടുകള്ളന്മാരാണെന്ന് പറഞ്ഞ് ജഡ്ജി എന്ത് ചെയ്തു, അവസാനം ഈ കേസ് മൊത്തത്തിൽ എനിക്ക് തെറ്റ് പറ്റിപ്പോയി മക്കളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്പയർമാരൊക്കെ കാണിക്കൂലേ, അതായത് ഔട്ടല്ലാത്തത് ഔട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ റിവ്യൂ വിളിക്കുമ്പോൾ അമ്പയർമാർ അത് ഔട്ടല്ല സോറി മാപ്പ് എന്ന് പറഞ്ഞിട്ട് നോട്ട് ഔട്ട് എന്ന് കാണിക്കുന്നത് പോലെ അകത്ത് പിടിച്ചിട് എന്നുള്ള രീതിയിലാണ് പിന്നീട് കോടതി പറഞ്ഞത്. വാർത്തയെല്ലാം കൊടുത്തു, എത്ര വാർത്ത വേണമെങ്കിലും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കിറ്റക് സാബു നേരെ കോടതിയിൽ പോയിട്ട് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. നിയമം എപ്പോഴും നമ്മുടെ നാട്ടിൽ സ്ട്രോങ് ആണ്, പക്ഷേ ആ നിയമം സ്ട്രോങ് ആയിട്ടുള്ള നിയമത്തെ എത്തിപ്പിടിക്കാൻ കിറ്റക് സാബുവിനെ പോലുള്ള കുറച്ച് ആൾക്കാർ ഈ നാട്ടിൽ അനിവാര്യമാണ്. ആരെങ്കിലുമൊക്കെ വേണ്ടേ അവന്മാർക്ക് കൂച്ചുവിലം കിടാൻ. നേരത്തെ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇതുപോലൊരു യമണ്ട വാർത്തയായിട്ട് വന്നതാണ്, BPL കോടികളുടെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കോടതിയിലും പോയില്ല, അങ്ങനെ കൂടും കുടിക്കുകയെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ എല്ലാം കൂടെ അള്ളി പിടിച്ചുകൊണ്ട് ഞാൻ ഡൽഹിക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അതോടുകൂടി ആൻഡോ അഗസ്റ്റിൻ പേടിച്ചു പോയി. കാരണം ഡൽഹി, കേന്ദ്രം, നരേന്ദ്രമോദി, അമിത്ഷാ, ED, ലൈസൻസ് ഖത്തം, കൊങ്ങയ്ക്ക് പിടിച്ചതാണ് മോനെ. പിന്നെ ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടം വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് ബൈറ്റ് വയ്ക്കാൻ വരുന്ന മാധ്യമ പ്രവർത്തകരെല്ലാം പ്രത്യേകിച്ച് റിപ്പോർട്ടറിൻ്റെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതായത് കളി അറിഞ്ഞ് കളിക്കാനായിട്ട് കൃത്യമായിട്ട് അറിയാം നമ്മുടെ ആൻഡോജിക്ക്. അതുപോലെ തന്നെ കാറ്റുള്ളപ്പോൾ തൂറ്റാനും ആൻഡോജിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ആൻഡോജി ഇങ്ങനെയൊക്കെ ജീവിച്ചങ്ങ് പോകുന്നു. പക്ഷേ മലയാളികൾക്ക് മൊത്തം അറിയാം കള്ളന്മാരാണെന്ന്. എന്ത് തന്നെയായിരുന്നാലും റിപ്പോർട്ടർ ചാനലിന് അടിച്ചു കിട്ടി. അപ്പോൾ ശരി.